ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ 18ാം മന്ത്രിസഭ 18ാം ലോക്സഭയിൽ നമ്മൾ കാണുന്നത് രണ്ട് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് നേതാക്കന്മാരാണ്. ഒന്ന് ചന്ദ്രബാബു നായിഡു, മറ്റൊന്ന് നിതീഷ് കുമാർ. ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറും ആന്ധ്രയിൽ നിന്നും ചന്ദ്രബാബു നായിഡു. ഇവർ രണ്ടുപേരും കൂടാതെ പ്രധാനമന്ത്രിയാകുവാൻ 240 സീറ്റോട് കൂടിയുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് BJPയും നരേന്ദ്രമോദിയും സത്യപ്രതിജ്ഞ സ്വീകരിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് സ്ഥായിയായ ഒരു ഭാവം ഉണ്ടാകില്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴേക്കും ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിൻ്റെയും പാർട്ടിക്ക് MP-മാർക്കും എന്ത് സ്ഥാനമാണ് പാർലമെൻറ്റിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ കൊടുത്തു എന്നുള്ളതുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും, ചന്ദ്രബാബു നായിഡു ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും, പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് അവർ ആദ്യം ചോദിച്ചത്. ചന്ദ്രബാബു നായിഡു ചോദിച്ചത് ആഭ്യന്തരവും സ്പീക്കർ സ്ഥാനവും. ലോക്സഭയുടെ സ്പീക്കർ ആകുകയും വേണം, ആഭ്യന്തരമന്ത്രിയാകുകയും വേണം. ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ അമിത്ഷായെ പുറത്താക്കുക എന്നുള്ളതാണ്. പുറത്താക്കുക ഇൻ ദ സെൻസ് അധികാരത്തിൻ്റെ ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള രണ്ട് സ്ഥാനങ്ങളാണ് മേടിച്ചത്. നമുക്കറിയാം BJP സർക്കാരിൻ്റെ നയങ്ങളെന്ന് പറയുന്നത്, അമിത്ഷാ ഭരിച്ചിരിക്കുന്ന ആഭ്യന്തരം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ആളുകളെല്ലാം മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഭീഷണിപ്പെടുത്തുക, ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ളതൊക്കെ അമിത്ഷാ തുടർന്ന് വന്നിരുന്നത്. അതുകൂടാതെ കൂറുമാറ്റം വഴി ആളുകളെ BJPയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സംവിധാനമാണ് സ്പീക്കറിൻ്റെ സ്ഥാനം ഉപയോഗിച്ച് അമിത്ഷായും നരേന്ദ്രമോദി ഉപയോഗിച്ചത്. ഈ രണ്ട് സ്ഥാനങ്ങളാണ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ അവർ വിചാരിച്ചതായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള യാതൊരു ക്യാബിനറ്റ് റാങ്ക് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തില്ല. ഇതുപോലെ തന്നെയാണ് നിതീഷ് കുമാർ റെയിൽവേ ആണ് ആവശ്യപ്പെട്ടിരുന്നത്, അദ്ദേഹത്തിന് അത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ 72 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി 1+71 എന്നുള്ള രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വരുമ്പോൾ ആഭ്യന്തരം പഴയതുപോലെ തന്നെ അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്യുന്നു, നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം കൈകാര്യം ചെയ്യുന്നു, അതുകൂടാതെ നിർമ്മല സീതാരാമൻ ഫിനാൻസും കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ BJPയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും, ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ BJP ശക്തമായ രീതിയിൽ തന്നെ അവരുടെ ക്യാബിനറ്റ് റാങ്കുകളെല്ലാം അവർ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 35ഓളം ക്യാബിനറ്റ് റാങ്ക് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ BJP കയ്യിൽ വെച്ചിരിക്കുന്നു. അതുകൂടാതെ സ്വതന്ത്ര ചുമതലയുള്ളതിലും പ്രധാനപ്പെട്ട മുഖ്യ വകുപ്പുകളെല്ലാം സ്വതന്ത്ര ചുമതലയും BJP തന്നെ വെച്ചിരിക്കുന്നു. വളരെ പ്രാധാന്യം കുറഞ്ഞ അല്ലെങ്കിൽ ജനങ്ങളുടെ നിത്യജീവിതത്തിലേക്ക് ബാധിക്കുന്ന നല്ല വകുപ്പുകളൊന്നും തന്നെ ഘടകകക്ഷികൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഈ മന്ത്രിസഭയിലുള്ള, ഇപ്പോൾ 3ാം ഊഴം കിട്ടിയിരിക്കുന്ന നരേന്ദ്രമോദി മന്ത്രിസഭയിലുള്ള അവരുടെ നിലനിൽപ്പ്, അല്ലെങ്കിൽ അവരെത്രത്തോളം ഈ BJP മുന്നണിയെ, NDA മുന്നണിയെ സപ്പോർട്ട് ചെയ്യും, പിന്താങ്ങും എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കേണ്ടതുണ്ട്. അതുകൂടാതെ പ്രതിപക്ഷത്ത് വളരെയധികം മുന്നേറ്റം നടത്തിയ കോൺഗ്രസ് അവർ വെയിറ്റ് ചെയ്ത് കാണാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് കാത്തിരുന്ന് കാണാം, നമുക്ക് മന്ത്രിസഭ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം ഇപ്പോൾ BJPയുടെ മുന്നണിയിൽ, NDA മുന്നണിയിലുള്ള കല്ലുകടികൾ തന്നെ അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകും വരും കാലങ്ങളിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്.